വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ടെ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി, അപ്പോൾ ഇന്ന് ഞാനൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു നല്ല റെസിപ്പിയാണിത്. ഇത് രാവിലെ നമുക്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഓഫീസുകളിലും സ്കൂളിലും ഒക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ രുക്മ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വീഡിയോയിലൂടെ കാണാം. അതിനായിട്ട് ഞാൻ ബൗളിലോട്ട് ഒരു 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം. ഇതുപോലെ കൈമ റൈസോ ബസ്മതി റൈസോ ഏതായാലും കുഴപ്പമില്ല. ജീരക റൈസും വേണമെങ്കിൽ ഇതിന് ഉപയോഗിക്കാം. ഇപ്പോൾ എന്തായാലും ഞാൻ 2 കപ്പാണ് അളന്നെടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു ബൗളിലോട്ട് 2 കപ്പ് അളന്ന് ഇട്ടിട്ടുണ്ട്. അതായത് നല്ല ബസ്മതി റൈസാണിത്. ഇനി നമുക്കിതിനകത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ 2-3 പ്രാവശ്യം തന്നെ നന്നായിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഒന്ന് ഞെരടി കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഒരു 3 തവണ ഞാനിപ്പം കഴുകി ഈ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാം. ഞാനിപ്പോൾ 2ാമത്തെ തവണയും 3ാമത്തെ തവണയൊക്കെ കഴുകുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഇതുപോലൊരു സ്ട്രെയിനറിലോട്ട് ഈ കുതിർത്ത അരി മാറ്റി വെക്കണം. ഇതാ കണ്ടോ, ഞാനിപ്പോൾ ഒരു കുതിർത്ത അരി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അരമണിക്കൂർ കുതിർത്ത അരിയാണിത്. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒന്ന് അളന്നെടുക്കാം. 1 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം എന്ന തോതിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 5 കപ്പ് വെള്ളം. അപ്പോൾ ആ ഒരു അളവിൽ ഞാൻ എടുത്തത് ഇതൊരു പരന്ന പാത്രത്തിലാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു പരന്ന പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അരി തമ്മിൽ ഇങ്ങനെ ഒട്ടി വെന്ത് പോകാതിരിക്കാനും ഒക്കെ ഇത് നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ എണ്ണയും ഉപ്പും ഒക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരമണിക്കൂർ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി വെള്ളമൊക്കെ മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവനും ഞാൻ ഈ തിളച്ച വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്ത ഉടൻ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3/4 വേവാകുമ്പോൾ ഊറ്റിയെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, ചോറൊരു 3/4 ഈ ഒരു വേവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു 3/4 വേവാകുമ്പോൾ ഒരു 90% വേവാകുമ്പോൾ തന്നെ നമുക്ക് എടുക്കണം. വെന്ത് പോകാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഇതുപോലെ തണുത്ത വെള്ളം അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഐസ് വെള്ളമായാൽ വളരെ നല്ലത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു സ്ട്രെയിനറിലോട്ട് തന്നെ വീണ്ടും മാറ്റി ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരി വെന്ത് പോകാതെ സൂക്ഷിക്കണം. അതുപോലെ ഇത് അടച്ചു വെക്കാനും പാടില്ല. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ നല്ല ഒന്നൊന്നേലൊട്ടാകാതെ 3/4 വേവോട് കൂടി തന്നെ നമ്മൾ വാർത്ത് എടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതുപോലെ ഇരിക്കണം നമ്മുടെ ചോറ്. ഇതിന് ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുമുണ്ട്. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒരു പരന്ന പാത്രം, ഞാനിപ്പോൾ ഒരു അലൂമിനിയത്തിൻ്റെ ഉരുളി, നല്ല കട്ടിയുള്ള ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. നല്ല കട്ടിയുള്ള ഉരുളിയാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ വെച്ച് വേറെ ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ റിഫൈൻഡ് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഞാനിനിയും നന്നായി നെയ്യ് ചൂടായ ശേഷം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 വെളുത്തുള്ളി ചെറുതായി നുറുക്കിയതാണ്. ഇനി കുറച്ച് പച്ചക്കറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉള്ളിയുടെ അകത്തെ കുറച്ച് ഭാഗവും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു സ്ക്വയറിലാണ്, ചതുരത്തിലാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഉള്ളിയുടെ അകത്തുള്ള വെളുത്ത ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം വെളുത്തുള്ളിയും ഈ ഉള്ളിയും ആണ് വഴറ്റി കൊടുത്തത്. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റാണ്. അതൊരു സ്ക്വയർ ടൈപ്പിലാണ് അരിഞ്ഞിരിക്കുന്നത്. അതങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബീൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ചതുരത്തിൽ അരിഞ്ഞു കൊടുത്തിരിക്കുന്ന ബീൻസും ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഈ പച്ചക്കറികളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇതൊക്കെ നേരത്തെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 5 മിനിറ്റ് പോലും വേണ്ട തയ്യാറാകാനായിട്ട്. അരിയാണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പം ഇപ്പുറത്തെ അടുപ്പയിലോട്ട് നമുക്ക് ഇതുമൊക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ക്യാബേജാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ക്യാബേജിനും ക്യാപ്സിക്കത്തിനും അധികം വേവൊന്നും ഇല്ലല്ലോ. എണ്ണയിലോട്ടിട്ട് ഒന്ന് വഴറ്റുമ്പോൾ തന്നെ അത് ആയിക്കോളും, വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം. ഞാനിപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഗ്രീൻ പീസൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ അതുമൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുമൊക്കെ ചേർത്ത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഷിന് ഒരു ചെറിയ ചൈനീസ് സ്റ്റൈൽ വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്തിരിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയിൽ. അപ്പോൾ ഇതൊന്നും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം സോയാ സോസൊക്കെ നമുക്ക് നല്ലതാണ് കഴിക്കുന്നത്. സോയ വളരെ നല്ല ഒരു ഇതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒന്നുകിൽ നാരങ്ങാ നീരോ അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചെറിയൊരു പുളിയൊക്കെ കിട്ടാനായിട്ടാണ്. അതുപോലെ തന്നെ ചോറ് വീണ്ടും ഇങ്ങനെ ഒട്ടാതെ ഒന്നൊന്നായിട്ട് കിടന്നോളും. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് 3/4 വേവിൽ വേവിച്ചിരിക്കുന്ന നല്ല റൈസ് ആദ്യം കുറച്ചേ ഇട്ട് കൊടുക്കാവുള്ളേ. അത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിന് പ്രത്യേകിച്ച് കറികളും ഒന്നും വേണ്ട. ഒരു അച്ചാറോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഉച്ചയ്ക്കൊക്കെ ഇത് കഴിച്ചോളും. അപ്പോൾ ഇത് ചേർത്തു ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉപ്പുമൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു. ചോറിന് നന്നായിട്ട് ഉപ്പുണ്ട്, പച്ചക്കറിക്ക് ഉപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് കൂടുതൽ പണികളൊന്നുമില്ല. ഇനി നമുക്കൊരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ പ്രത്യേകിച്ച് എരിവിനൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ഇതിനകത്ത് അരിഞ്ഞ് ചേർത്ത് വഴറ്റാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇപ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് ഇതിനകത്ത് ഇടുന്നത്. ആവശ്യത്തിന് കുരുമുളക് പൊടി ഇതിനകത്ത് ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ദഹനത്തിനൊക്കെ വളരെ നല്ലതാണല്ലോ കുരുമുളക്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചതച്ചാണേലും ഇട്ടാൽ മതിയാകും. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കണം. നന്നായി ഇളക്കി നമ്മുടെ ഈ ഒരു എന്താ പറയുക ഫ്രൈഡ് റൈസിന് വളരെ നല്ലതാണിത്. അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾ രുക്മ കിച്ചൻ ആദ്യമായിട്ട് കാണുന്ന ദയവേത് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ. നമുക്ക് ചോറ്റുപാത്രത്തിലാക്കി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുത്തു വിട്ടാൽ മാത്രം മതിയാകും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം.